നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 2-3 ലാപ്ടോപ്പുകൾ നമുക്ക് സർവീസിന് വന്നിട്ടുണ്ട്. കുറച്ച് മദർ ബോർഡും ഉണ്ട്. ഇതിൽ 2 ഡെല്ല് വരുന്നത് ഒരു വ്യക്തിയുന്നത് വന്നിട്ട് ഒരാഴ്ചക്ക് അടുത്തായി. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അപ്പോൾ ഇതൊരു ഡെല്ല് ലാപ്ടോപ്പാണ്. AMD Ryzen 3 ആണ് വരുന്നത്. പ്രോസസ്സർ കാര്യങ്ങളൊക്കെ ഇത് ഡെഡ് കണ്ടീഷനാണ്, ഓണാകുന്നില്ല എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡ് ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അഡാപ്റ്ററിൻ്റെ ലൈറ്റ് ബ്ലിങ്കിയാണ്. മീറ്ററിൽ നമുക്ക് ആംബിയർ കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അടുത്തത് വീണ്ടും ഒരു ഡെല്ല്. ഇത് i5 ആണ് പ്രോസസ്സർ വരുന്നത്. 3rd ജനറേഷനാണ് വരുന്നത്. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണാകുന്നുണ്ട്, ഡിസ്പ്ലേ എടുക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഞാൻ റാമൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് റാമൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കി, ഡിസ്പ്ലേ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതും നമുക്ക് എന്താ പ്രോബ്ലം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്തത് വരുന്നത് Acer ബ്രാൻഡിൻ്റെ ഒരു ലാപ്ടോപ്പാണ്. ഇത് പ്രോസസ്സർ വരുന്നത് i5 9th ജനറേഷനാണ് പ്രോസസ്സർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുക എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അഡാപ്റ്റർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അടുത്തത് വീണ്ടും ഒരു ഡെല്ലാണ്. ഇത് പ്രോസസ്സർ വരുന്നത് i7 2nd ജനറേഷനാണ് പ്രോസസ്സർ വരുന്നത്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് റീസ്റ്റാർട്ടായി പോവുകയാണ്. പിന്നെ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ടായി പോകുക എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ OS ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഡെസ്ക്ടോപ്പ് ഓണായി വരാനൊക്കെ സമയം എടുക്കുന്നുണ്ട്. അത്തരത്തിൽ ലാഗും സ്ലോ ഒക്കെ ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ലാപ്ടോപ്പ് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതാണ്. ഇത് i7 ആണ് പ്രോസസ്സർ വരുന്നത്. ഗ്രാഫിക്സ് കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ 8GB റാം ഉണ്ട്. ഈ മോഡൽ നമുക്ക് വരാറുള്ളതാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ലാപ്ടോപ്പാണ്. എന്തുകൊണ്ടാണ് സ്ലോ? അപ്പോൾ ഞാൻ പുള്ളി ഇത് എനിക്ക് കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ ഫോണിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലോവിൻ്റെ കാര്യം. ഓൺ ചെയ്യുന്ന സമയത്ത് ഡെസ്ക്ടോപ്പ് ഓണായി വരാൻ അതുപോലെ തന്നെ ഭയങ്കര സ്ലോ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഇത് പിന്നെ ഇതിൽ നോർമൽ ഹാർഡ് ഡിസ്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങളതൊന്ന് SSD ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് SSD മാറ്റാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ മോഡലൊന്നും ഞാൻ അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡൽ ലാപ്ടോപ്പിൽ പെട്ടെന്ന് ആർക്കും SSD മാറ്റണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മദർ ബോർഡ് പുറത്തെടുത്തിട്ട് വേണം ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മോഡൽ അറിയുന്നവർക്ക് അറിയാം. ഇതിന് നമുക്ക് റാം മാത്രം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോറ് മാത്രം അവിടെ കൊടുത്തിട്ടുള്ളൂ. സാധാരണ 2nd ജനറേഷൻ അതുപോലെ തന്നെ 3rd ജനറേഷനൊക്കെ നമുക്ക് ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ റാം ചേഞ്ച് ചെയ്യാനൊക്കെ ഓരോ ഡോറ് സെക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ടാവും. CMOS അതുപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് അഡാപ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാത്തതിനൊക്കെ നമുക്ക് മാറ്റാം. ഈ ഒരു മോഡലിന് നമുക്ക് ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മൊത്തം മദർ ബോർഡ് അടക്കം പുറത്തെടുത്തതിന് ശേഷം വേണം ഇത് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മോഡൽ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ അത് പുള്ളിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ലോ ആണെങ്കിൽ എന്തായാലും ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും SSD ആക്കാം. ഹാർഡ് ഡിസ്ക് പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ 1 TB ഹാർഡ് ഡിസ്ക് നമുക്ക് ഒരു CD കേസ് വാങ്ങിയതിന് ശേഷം അത് സ്റ്റോറേജിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വർക്ക്. ആദ്യം നമുക്കതിൻ്റെ 5 മിനിറ്റ് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഓഫായി പോകണമെന്നുള്ളത് പരിഹരിച്ചതിന് ശേഷമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 ലാപ്ടോപ്പിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് അറിയില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാം.
അപ്പോൾ നമ്മുടെ i7 ഡെല്ല് ഓക്കെ ആയിട്ടുണ്ട്. ഇതിന് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്ലോവിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫായി പോകുന്ന കാര്യം, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫായി പോകുന്ന കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാനിൻ്റെ അകത്ത് ഡസ്റ്റ് അടിഞ്ഞു കുടിക്കായിരുന്നു. ഓൾറെഡി ഇതിൻ്റെ അകത്ത് വരുന്നത് i7 ആണ് പ്രോസസ്സർ വരുന്നത്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. നല്ല ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റക്കായി കാരണമാണ് അത് പിന്നെ ഓഫായി പോകാൻ കാരണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്ലോവ് കാണിക്കണതിന് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് എന്തായാലും വീക്കാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് SSDയിലേക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. ഞാൻ വിൻഡോസൊക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്തൊക്കെ ഓക്കെ ആക്കിയപ്പോൾ നമുക്കത് പെട്ടെന്ന് പിന്നെ ബൂട്ടാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സ്ലോവ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഫാനിൻ്റെ അകത്ത് പെട്ടെന്ന് ഡസ്റ്റ് അടിഞ്ഞു കൂടാൻ കാരണം എന്ന് വെച്ചാൽ മിക്ക ആളുകളും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ക്ലോത്ത് അതുപോലെ തന്നെ ടർക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാരം വെക്കുക. അപ്പോൾ ഒരിക്കലും അതുപോലെ ചെയ്യരുത്. നമ്മൾ ടേബിളും നമ്മൾ ലാപ്ടോപ്പും തമ്മിൽ ചെറുതായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഫാനിൻ്റെ ഇൻസൈഡ് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ടേബിളിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടേബിളും ലാപ്ടോപ്പും തമ്മിൽ ചെറുതായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ടർക്കി അല്ലെങ്കിൽ ക്ലോത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അതവിടെ എയർ ബ്ലോക്ക് ആവാനും പെട്ടെന്ന് പ്രോസസ്സർ കാര്യങ്ങളൊക്കെ ഹീറ്റ് ആവാനും ചാൻസ് ഉണ്ട്. കൂടുതലും മേ ബി ഇതുപോലുള്ള ഗ്രാഫിക്സ് അതുപോലെ തന്നെ കൂടിയ പ്രോസസ്സർ കാര്യങ്ങൾ നമ്മൾ ഹെവി വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ ഒരു പ്രോബ്ലം വരാൻ ചാൻസ്. നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ വല്ല മൂവി അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ള ചെറിയ ലോഡ് ചെയ്യുന്ന വർക്കൊക്കെ ആണെങ്കിൽ അത് വലിയ പ്രോബ്ലം കാര്യങ്ങളൊന്നും വരില്ല. ചില ആളുകൾ പില്ലോ മടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തു പോകരുത്. നമ്മൾ സാധാരണ ചെറുതായിട്ടുള്ള ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ഉള്ള വർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കൂടുതലും ഹെവി വർക്ക് ഗ്രാഫിക്സ് സംബന്ധമായിട്ടുള്ള ഹെവി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഗ്രാഫിക്സിൻ്റെ ഭാഗം ഗ്രാഫിക്സ് മെമ്മറി അതുപോലെ തന്നെ ഗ്രാഫിക്സിൻ്റെ IC പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരിക്കലും ഇതുപോലെ പിന്നെ ടേബിളിൽ വെക്കുന്ന സമയത്ത് ക്ലോത്ത് അതുപോലെ തന്നെ പില്ലോ അങ്ങനെയുള്ള ബെഡ് ഇങ്ങനെയുള്ളതൊന്നും വെച്ചിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഡസ്റ്റ് അടിഞ്ഞു കൂടാനും അതുപോലെ തന്നെ ഫാന് ബ്ലോക്ക് ആവാനും എയർ സർക്കുലേഷൻ ഇല്ലാതെ ഇതുപോലെ ഉള്ള കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിതൊരു അരമണിക്കൂറോളം ഞാനൊരു പിന്നെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴൊന്നും ഈ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള പ്രോബ്ലം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഫാനൊക്കെ നല്ല രീതിയിൽ വർക്ക് ആകുന്നതായിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കമ്മിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഉള്ളൂ. ഫുൾ ചാർജ് കാണിക്കണമെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് ഡിസ്ചാർജ് ആകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് ഓൾഡ് മോഡൽ ലാപ്ടോപ്പാണ്. എന്തായാലും ബാറ്ററി റീപ്ലേസ് ചെയ്യണം. ഞാൻ പുള്ളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ ചെയ്യാനില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ഓൾറെഡി ഇതിൻ്റെ CMOS ബാറ്ററി ഫൈൽഡ് ആയിരുന്നു. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടൈം ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഇതുപോലത്തേക്ക് ലാപ്ടോപ്പ് വരികയാണെങ്കിൽ എന്തായാലും സർവീസിന് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ റാം ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ CMOS ബാറ്ററി എന്തായാലും ചെക്ക് ചെയ്യുക. ഇതിൻ്റെ CMOS ബാറ്ററി ഫൈൽഡ് ആയിരുന്നു. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഞാനത് മാറ്റി കൊടുത്തു. അതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ രണ്ടാമത് നമുക്കത് CMOS ബാറ്ററി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിത് മൊത്തം ഇതുപോലെ ഡോറൊക്കെ ഊരി കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷമുള്ളൂ CMOS ബാറ്ററി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് ആണെങ്കിലും ഡെസ്ക്ടോപ്പ് ആണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ CMOS ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ചെക്ക് ചെയ്യുന്നൊരു പ്രവണത ഉണ്ട്. ഞാനും അതുപോലെ തന്നെ ചെയ്യാറ്. നമുക്ക് എപ്പോഴും മൾട്ടിമീറ്റർ കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ നാവ് കൊണ്ട് ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ചാർജ് ഒരു മെഷർ ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട് ആളുകൾക്ക്. അതിലൂടെ ചില ആളുകൾക്ക് എനിക്കും ഇത് പറഞ്ഞു ഞാനും ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാവ് കൊണ്ട് ഇതുപോലെ നോക്കുന്ന സമയത്ത് അത് ആ ഒരു ഈർപ്പുണ്ടെങ്കിൽ അതെന്തായാലും തുടച്ചതിന് ശേഷം ഇൻസെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഈർപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ കൂടുതൽ അകൽച്ചയൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഷോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈർപ്പുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഡിസ്ചാർജ് ആവും. അതുപോലെ തന്നെ എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMOS ബാറ്ററി നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2.80 വോൾട്ടിന് താഴെയാണെങ്കിൽ എന്തായാലും ഈ CMOS ബാറ്ററി നിങ്ങൾ റീപ്ലേസ് ചെയ്യുക. പുതിയ നമ്മൾ ഫ്രഷ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് 3.30 അല്ലെങ്കിൽ 3.20 3 വോൾട്ടിന് മേലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് 2.8 താഴെയാണെങ്കിൽ എന്തായാലും മാറ്റി കൊടുക്കുക. അത് എന്തായാലും ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ പിന്നെയും അതവിടെ എററാവാം. അതുപോലെ തന്നെ CMOS ബാറ്ററി വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ചൈന മാർക്കറ്റിൽ നിന്ന് ലോക്കൽ ബോർഡുകളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതെനിക്ക് വരുന്നത് ഒരു ബോക്സിന് 400 രൂപയാണ്. ഇത് ഒരു ബോക്സിനകത്ത് ഇതുപോലെ ഒരു ബോർഡിനകത്ത് നമുക്ക് 5 ഷെല്ല് വരുന്നുണ്ട്. ഒരു ഷെല്ലിന് അപ്പോൾ നമുക്ക് വരുന്നത് വെറും 4 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബോർഡിനകത്ത് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5ഉം ഓക്കെ ആയിക്കോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള ബോർഡുകൾ വാങ്ങിക്കുകയാണെങ്കിൽ
നിങ്ങൾ മെഷർ ചെയ്തിട്ട് വോൾട്ട് മെഷർ ചെയ്തതിനു ശേഷം ബോർഡിൽ ഇൻസെർട്ട് ചെയ്യുക. നമ്മൾ ഫ്രഷ് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു പോകരുത്. ഇതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തായാലും ഫിലിപ്സോ അല്ലെങ്കിൽ പാനസോണിക്കോ വാങ്ങിക്കാൻ ശ്രമിക്കുക. അത് ഒരെണ്ണത്തിന് 60 രൂപ വരുന്നുണ്ട്. ഇത് ഒരെണ്ണം 4 രൂപയാണ് റേറ്റ് വരുന്നത്. എന്തായാലും നമുക്കൊരു ബോർഡിനകത്ത് ചിലപ്പോൾ നമുക്ക് 5 ഓക്കെ ആയിരിക്കും, ചിലത് നമുക്ക് 2 എണ്ണം ഫൈൽഡ് ആയിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇനി ഒരു പ്രോബ്ലം എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊരു ബാക്കപ്പ് കമ്മിയായിട്ട് തോന്നുന്നുണ്ട്. വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഹീറ്റ് ആകുമ്പോൾ ഓഫാകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഞാനത് അരമണിക്കൂർ റണ്ണിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന ലാപ്ടോപ്പുകളൊക്കെ അതുപോലെ തന്നെ നമുക്ക് CMOS ബാറ്ററി ചേഞ്ച് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റാം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് അസിസ്റ്റ് ആക്കണമെങ്കിലൊക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ വരുന്ന ലാപ്ടോപ്പുകൾ മൊത്തം ഡോറ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി ചിലത് നമുക്ക് മദർ ബോർഡ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് ഹാർഡ് ഡിസ്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മദർ ബോർഡ് പുറത്തെടുത്തതിന് ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഈ CMOS ബാറ്ററിയുടെ ഭാഗം എന്തായാലും ഇതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ലാപ്പുകൾ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാം പാടെ ഒരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താൻ കഴിയില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. We'll be right back.